ഇന്ന് നാം ഉള്ളത് പുതുപ്പള്ളിയിലെ എറിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളാണ്. ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് സമ്പൂർണ്ണ AC യു പി സ്കൂളാണ്. സർക്കാർ മേഖല ഹൈടെക്കായി വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ഉയർത്തുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സ്കൂൾ. പുതിയ സ്ലൈഡ് ഒന്ന് പുതിയില്ല, ക്യാമറ ഉണ്ട് പുതിയ, AC ഉണ്ട് പുതിയ, പുതിയ ഫാൻ ഉണ്ട്, അത്രയുണ്ട്. ഫാനിന്റെ സ്വിച്ച് ഉണ്ട്. ആ നറുക്കിരിക്കുന്ന സ്വിച്ച് അങ്ങനെ മതി ഒരു തുല്യാണ്. ഇവിടെ ചേർക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഗവൺമെൻറ് സ്കൂൾ എന്നുള്ള കൺസെപ്റ്റിനെ പാടെ തകർത്ത് കളയുന്ന ഒരു ദൃശ്യമാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. ടച്ച് സ്ക്രീൻ ബോർഡുകൾ, പോഡിയംസ്, വീഡിയോസ് അടക്കം കാണിച്ചു കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ തക്ക കഴിവുറ്റ അധ്യാപകർ. അതായത് ഞാനിവിടെ എനിക്ക് കിട്ടിയിരിക്കും, നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുമ്പോഴാണെങ്കിലും ടീച്ചേഴ്സ് വളരെ പ്രിപ്പയർഡാണ്. അവർ പവർ പോയിൻറ്റ്സും വീഡിയോസും അതിനനുബന്ധമായിട്ടുള്ള ബാക്ക് വർക്ക് ചെയ്ത് ഒരു PPT ആയിട്ടാണ് ക്ലാസ്സിൽ വരുന്നത്. അതെല്ലാം കുട്ടികളെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആണ് ഇപ്പോൾ ഓൺലൈനായിട്ട് നടക്കുന്നത്. വളരെ ഏറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തു. 236 കുട്ടികളോളം അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പുതിയ കുട്ടികൾ തന്നെ 236 കുട്ടികൾ അഡ്മിഷൻ എടുത്തു. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം 384. ഞങ്ങളുടെ നേഴ്സറിലെ കുട്ടികളുടെ എണ്ണം 105 തീർന്നു. ഈ സ്കൂളിൽ രാവിലെ 8 മണിക്ക് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും. 8:30 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് നൽകുകയാണ്. കൂടാതെ കീബോർഡ്, യോഗ, കരാട്ടെ അങ്ങനെയുള്ള കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 9:30 സ്കൂളിൽ അധ്യയനം ആരംഭിക്കുകയാണ്. 9:30 മുതൽ 4 മണി വരെയാണ്. ഏറ്റവും അവസാനത്തെ പീരീഡ് ഞങ്ങളൊരു എക്സ്ട്രാ പീരീഡ് എടുത്തിട്ട് കുട്ടികൾക്ക് LSS USS പരിശീലനം കൊടുക്കുന്നുണ്ട്. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും 1 മണിക്കൂർ കുട്ടികൾക്ക് പ്രത്യേകം തിരഞ്ഞെടുത്ത കുട്ടികൾ 3 മുതൽ 7ാം ക്ലാസ് വരെയുള്ള പ്രത്യേകം തിരഞ്ഞെടുത്ത കുട്ടികളിൽ നിന്ന് സിവിൽ സർവീസസിൻ്റെ പ്രാഥമിക പരിശീലന ക്ലാസ്സുകൾ നൽകാറുണ്ട്. അതുപോലെ ഹൈടെക് ക്ലാസ്സാണ്. ഓരോ ക്ലാസ് മുറിയിലും AC, ഇൻട്രാക്റ്റീവ് ഡിജിറ്റൽ ബോർഡ്, ടച്ച് ബോർഡ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം, IP ക്യാമറ, ഐറിസ് ക്യാമറ, മൈക്ക് സിസ്റ്റം, ലേപ്പൽ മൈക്ക്, ഈവൻ പ്രിൻ്റർ വരെ ഓരോ ക്ലാസ്സിലും നമുക്ക് ഉണ്ട്. കുട്ടികൾക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊടുക്കുകയും വർക്ക്ഷീറ്റ് കൊടുക്കാനും നമുക്ക് അതിനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. പിന്നെ എല്ലാ അധ്യാപകർക്കും ക്ലാസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ലൊരു ഹൈടെക് സ്കൂളായിട്ട് ഗവൺമെൻറ് UP സ്കൂൾ എറികാട് പ്രവർത്തിച്ചു വരികയാണ്. ഞാൻ 21 വർഷം ഈ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു. അന്നത്തെ സംവിധാനങ്ങളും വളരെ കുറവായിരുന്നു. എന്നാൽ ഹൈടെക് സംവിധാനങ്ങൾ വന്നതോടുകൂടിയാണ് കുട്ടികളുടെ എണ്ണത്തിൽ വളരെയധികം വർധനവുണ്ടായത്. ഇപ്പോഴും കുട്ടികൾ ഇവിടെ പ്രവേശനം നേടുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് ഈ സ്കൂളിനെ പുരോഗതിയിലേക്ക് നയിച്ചത്. സ്കൂളിനെ കുറിച്ച് തന്നെയുള്ള ഒരു വീഡിയോയാണ്.
തീർച്ചയായിട്ടും 2019 മുതലാണ് സ്കൂൾ ഹൈടെക് ആയത്. അതിനുശേഷം വളരെ വലിയൊരു വർധനമാണ് കുട്ടികളുടെ എണ്ണത്തിലുണ്ടായത്. ഈ വർഷം പ്രത്യേകിച്ചും കോട്ടയത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ നേടിയ വിദ്യാലയം, സർക്കാർ വിദ്യാലയം എന്നുള്ള നിലയിലേക്ക് ഈ സ്കൂൾ ഉയർന്നിട്ടുണ്ട്. ലാപ്ടോപ്പ് പോലുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഗവൺമെൻറ് തന്നിരുന്നെങ്കിലും പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട്, കൂടുതൽ നേരനുഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ നെറ്റിൻ്റെ സൗകര്യമൊക്കെ ക്ലാസ്സുകളിൽ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അവരുടെ വീഡിയോസ്, പ്രത്യേകിച്ചും ടെക്സ്റ്റ് ബുക്കുകൾ, വീഡിയോകൾ, അതെല്ലാം തന്നെ നമുക്ക് നേരിട്ട് കുട്ടികളിലേക്ക്, ഒരു കുട്ടിയും ഒരു ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോവുകയൊന്നും ആവശ്യമില്ല. അവരിയ്ക്കുന്ന ക്ലാസ്സിൽ തന്നെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരെയധികം പഠനകാര്യത്തിൽ മുന്നോക്കം പോകുവാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. ക്യാമറാമാൻ ജെറിൻചേട്ടൻ്റെയും സുജിത്തേട്ടൻ്റെയും ഒപ്പം സുമീര സുധീർത്ത, റിപ്പോർട്ടർ TV കോട്ടയം.